ചത്തില്ല അല്ലേ? ഒരു നൂലിഴയ്ക്ക് മാറിപ്പോയെന്നാ പറഞ്ഞ, അല്ലെങ്കിൽ ചങ്ക് പൊളിഞ്ഞന്. കാട്ടിയുടെ മൊഴി പോലീസ് എടുത്തിട്ടുണ്ട്. കൈപ്പഴ പറ്റി പാടില്ലായിരുന്നു. വണ്ടി ഏതാ നോക്ക്. പോലീസാ? SP രാമചന്ദ്രൻ നേരിട്ട് വന്നതാ. ഇരുത്താർ മാറിക്കോ, ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞും. ഇല്ല, അവരെന്നെ കൊണ്ടുപോകാൻ വന്നതാ. ഒരു ചടങ്ങിന് പിടികൊടുക്കാം. അവർക്കൊരാളെ കിട്ടിയാ പോരെ, ഞാൻ പോവാൻ വലിയേട്ടാ. ഉറപ്പുണ്ടോ നിനക്ക്? മണിക്കൂറുകൾ കൊണ്ട് ഞാൻ പുറത്തിറക്കിക്കോളാം. വാ. SP സാറ് നേരിട്ട് വരേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. പ്രതിയുടെ അന്തസ്സിന് മാന്യത കൊടുക്കണമല്ലോ ഗിരി മുതലാളി. ഇവൻ പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങാൻ ഇരിക്കുകയായിരുന്നു. എൻ്റെ അനിയൻ ജഗതൻ. പറഞ്ഞ അന്തസ്സും മാന്യതയൊക്കെ ഇവനും കൊടുക്കണം. ആര് പ്രതിയെന്ന് പറഞ്ഞ് കീഴടങ്ങുന്നുവോ അയാളെ കൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യണമെന്നാണ് നിയമം. പക്ഷേ പ്രതി വ്യാജനാണോ ഒറിജിനലാണോ എന്ന് ഞങ്ങളൊന്ന് നോക്കും. നോക്കിക്കോ. ദേഹത്ത് തൊട്ട് നോക്കാതിരുന്നാ നല്ല. പോലീസുകാരൻ്റെ കൈയും കാലും ഒന്നും വടിവാളിനെ തിരിച്ചറിയില്ലല്ലോ. വെട്ടിപ്പൂളി മുളക് തേക്ക് ഞാൻ മറക്കണ്ട. ഒരു സെക്കൻഡ്, ഇതാ കൊടുക്കാം. നമസ്കാരം. വളരെ മെച്ചപ്പെട്ടു എന്ന് തന്നെ പറയാം. അങ്ങനെ എളുപ്പത്തിൽ മരണത്തിന് കീഴടക്കാൻ പറ്റുന്ന ആളല്ലല്ലോ നാരായണൻ. എന്താ? ഓ, അങ്ങനെയാണോ? ശരി ശരി, വിളിക്കേ. കൊലപാതക ശ്രമത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഗിരിയുടെ അനിയൻ ജഗതൻ പോലീസിന് സറണ്ടർ ചെയ്തു എന്ന്. ആ ചതി മനസ്സിലായോ പെരുമാൾപുരത്തുകാർക്ക്? എടോ, എല്ലാത്തിന്റെയും സൂത്രധാരനായ ഗിരിക്ക് രക്ഷപ്പെടാനാ ഇപ്പൊ ഈ അനിയൻ ചക്കനെ മുന്നിൽ നിർത്തിയത്. കാട്ടി വിറ്റ്നസ് അല്ലേ സാർ? ആരിവനോ? എടോ, ഇവന്റെ മൊഴിയെ നിഷേധിച്ചുകൊണ്ടാ ഒരുത്തൻ താനാണ് പ്രതിയെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നത്. അത് പോലീസിന് വിശ്വസിച്ചേ പറ്റൂ തൽക്കാലം. സംഗതി കോടതിയിലെത്തുമ്പോ പക്ഷേ തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്ത വാടക കൊലയാളിയും ഗിരിയുടെ അനിയനും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് പ്രതിഭാഗം വക്കീലിന് തെളിയിക്കാൻ ഈസിയായിട്ട് സാധിക്കും. അല്ല, ഗിരിയാണ് ഇതിന്റെ പിന്നിലെന്നുള്ള അല്ലേ സത്യം? എന്റെ റാവുത്തരെ, ആ ഗിരി ഇപ്പൊ കളത്തിന് പുറത്താ നിൽക്കുന്നത്. അവനല്ലേ അകത്ത് കയറേണ്ടത്. അത് സാറ് പറഞ്ഞ ശരിയാ. അപ്പോ യഥാർത്ഥ പ്രതിയെ, അതായത് കാളിയാർ മഠം ഗിരി എത്രയും വേഗം അറസ്റ്റ് ചെയ്തേ പറ്റൂ. അതിന് എന്താ നമുക്ക് ചെയ്യാൻ കഴിയാ? പോലീസിന് പ്രഷർ കൊടുക്കണം. റൂറൽ SP ഓഫീസ് പെരുമാൾപുരത്തെ ആണും പെണ്ണും കുട്ടികളും ചേർന്ന് ഒരു ദിവസം ഉപരോധിക്ക്. അത് പത്രങ്ങളിൽ വാർത്തയാവട്ടെ, ടെലിവിഷൻകാർ വന്ന് കവർ ചെയ്യട്ടെ. അപ്പൊ മുകൾ തട്ടിന്ന് ഇളക്കം തുടങ്ങും. ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള സമരങ്ങളൊന്നും ചെയ്തിട്ട് ശീലല്ലേ. സമരങ്ങളെ പുച്ഛിച്ച് നടന്നവരല്ലേ, ഇനി ശീലിച്ചു തുടങ്ങിക്കോ. ഇല്ലെങ്കിൽ നേതാവിന്റെ കൊലപാതകം ആസൂത്രണം ചെയ്തവർ നെഞ്ചും വിരിച്ച് ഇതിലേ നടക്കുന്നത് നോക്കി നിൽക്കേണ്ടി വരും. പോലീസ് നീതി പാലിക്കുക, പോലീസ് നീതി പാലിക്കുക, യഥാർത്ഥ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരിക, നീതി പാലിക്കുക, പോലീസ് നീതി പാലിക്കുക. ഇവിടെ ശ്രദ്ധിക്കൂ, എല്ലാവരും ഇരിക്കണം. നമ്മൾ സമാധാനപരമായി സമരം ചെയ്യാമെന്നതാണ്. എല്ലാവരും ഇരിക്കുക. വളണ്ടിപ്പോ ബസ് സ്റ്റാൻഡിന് അടുത്തല്ലേ? വളം പിന്നെയും വാങ്ങാം. കുഞ്ഞിക്കണ്ണ, നീ ചാക്ക് വളണ്ടിപ്പോയിൽ വെച്ചിട്ട് മണ്ണാർക്കാട്ടേക്ക് മടങ്ങിക്കോ. ഞാനങ്ങ് എത്തിയ. ശരി. നീതി കിട്ടും വരെ സമരം ചെയ്യും. ഒന്ന് നിർത്തൂ. ഒരു നിമിഷം എന്നെ ഒന്ന് സംസാരിക്കാൻ അനുവദിക്കൂ. സഖാക്കളെ, ഈ കൂട്ടത്തിൽ ചിലർക്കെങ്കിലും എന്നെ അറിയാമെന്ന് ഞാൻ കരുതുന്നു. വരും വരായികളെ പറ്റി വേണ്ടതുപോലെ ആലോചിച്ചിട്ടാണോ നിങ്ങൾ ഈ സമരത്തിന് ഇറങ്ങി പുറപ്പെട്ടത് എന്ന് എനിക്കറിയില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. സത്യം കണ്ടുപിടിക്കാൻ ഉത്തരവാദപ്പെട്ടവർ തന്നെ സത്യം മൂടിവെക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. കോളേജ് വിദ്യാർത്ഥിയായിരുന്ന മകനെ പിടിച്ചുകൊണ്ടുപോയി ഉരുട്ടിയും ചവിട്ടിയും കൊന്നു. ഒരായുസ് മുഴുവൻ മകൻ എന്ത് സംഭവിച്ചു എന്നറിയാതെ, മരിച്ചെങ്കിൽ ഒരുപിടി ചാരമായിട്ടെങ്കിലും മകനെ കാണാനാകാതെ കണ്ണീർ വാർത്ത് ജീവിച്ച ഒരച്ഛൻ ഇവിടെ മരിച്ചിട്ട് അധിക നാളായിട്ടില്ല. ആരായിരുന്നു ആ സത്യമെല്ലാം മൂടിവെച്ചത്? അധികാരികൾ, നമ്മളെ ഭരിച്ചവർ. കുറച്ച് മാരകായുധങ്ങളും ക്രിമിനൽ കേസ് നടത്താൻ കുറെ ലക്ഷങ്ങളും ഉണ്ടെങ്കിൽ ആർക്കും ആരെയും ഇവിടെ കൊല്ലാമെന്നുള്ള ഭീകരതയുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇദ്രിസേ, ഇവന് പണി കൊടുക്കേണ്ടി വരും. പോടാ. ഇൻക്ലാബ് സിന്ദാബാദ്! പോലീസ് നീതി പാലിക്കുക, പോലീസ് നീതി പാലിക്കുക. ഇൻക്ലാബ് സിന്ദാബാദ്! കുഴപ്പമില്ല, മുദ്രാവാക്യം വിളി മാത്രമല്ലേ ഉള്ളൂ. ഞാൻ നാരായണനെ കാണട്ടെ, എന്നിട്ട് ബാക്കി തീരുമാനിക്കാം. ഈ വധശ്രമത്തിന്റെ പുറകിലെ യഥാർത്ഥ പ്രതിയെ അറസ്റ്റ് ചെയ്യണം. അതാണ് ആവശ്യം. അത് ന്യായം. കാരണം കാളിയാർ മഠം ഗിരിയാണല്ലോ സത്യത്തിൽ പ്രതി. അല്ല. അല്ലേ?
അല്ലെന്ന് ഞാൻ പറയുന്നു. ആരോ, എനിക്ക് മുൻപരിചയമില്ലാത്ത ആരോ ചിലർ. അതുകൊണ്ട് ഇപ്പൊ കസ്റ്റഡി കിടക്കുന്ന ജഗതിനെ വിട്ടുകൊടുക്കാൻ ഏർപ്പാട് ചെയ്താൽ. നാരായണ, കാട്ടി സാക്ഷിയാണ്. ജഗതിനെ ഞാൻ ഇന്ന് വിടും, ഗിരിയെ പൊക്കുകയും ചെയ്യും. രാമേന്ദ്ര, താൻ ഞാൻ പറയുന്നത് കേൾക്ക്. എനിക്ക് ആരോടും ഒരു പരാതിയില്ല. ഞാൻ എന്ത് പറയുന്നു അതായിരിക്കും കാട്ടിയുടെ മൊഴി. ഞാൻ എന്താ വേണ്ടത്? ആ കേസ് കെട്ടി കീറിക്കള. എന്നിട്ട് എൻ്റെ ആളുകളോട് തിരിച്ചു പോകാൻ പറ. പിക്കറ്റിങ്ങും ധർണയും ഇവരിതൊക്കെ ആരാ പഠിപ്പിച്ചത്? ഓഹോ, അവരങ്ങനെ പറഞ്ഞു. അപ്പോ അയാൾക്ക് മറ്റെന്തെങ്കിലും ഉദ്ദേശം കാണും. ആ ശരി ശരി. ആ നിങ്ങൾ പെട്ടെന്ന് ഇറങ്ങിക്കോ. മാർക്കറ്റിൽ നിന്ന് നമ്മുടെ ചെക്കന്മാരെ 4 പേരെ വിളിക്കണം. പിക്കറ്റിംഗ് ഒരു ഉഷാർ ഉണ്ടാക്കാൻ പറ അവരോട്. ആ ശരി ശരി. എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? സമാധാനപരമായ സമരം എന്നൊക്കെ പറയുന്നത് ഇതാണോ? സർ, കല്ലെറിഞ്ഞ് ഞങ്ങളല്ല, സമരം പൊളിക്കാമെന്ന് ശത്രുക്കൾ ചെയ്ത പണിയാണിത്. സാറ് കണ്ടതല്ലേ ഞങ്ങൾ ഇവിടെ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നത്? കല്ലെറിയാൻ വന്നാണെങ്കിൽ ഞങ്ങൾ അപ്പൊ തന്നെ ചെയ്യുമായിരുന്നില്ലേ? ഞാൻ നാരായണനെ കണ്ടിട്ടാണ് വരുന്നത്. അയാൾക്ക് ആരെക്കുറിച്ചും ഒരു പരാതിയില്ല. അതുകൊണ്ട് തന്നെ യഥാർത്ഥ കുറ്റവാളി ആരെന്നുള്ള ചോദ്യത്തിന് ഇനി പ്രസക്തിയില്ല. മര്യാദയ്ക്ക് പിരിഞ്ഞു പോകണം. പരാതി ഇല്ലെന്ന് വെച്ചാ? ഇല്ലെന്ന് വെച്ചാ ഇല്ല, അത്ര തന്നെ. നാരായണനോട് ചോദിച്ചിട്ടാണോ നിങ്ങൾ ഈ സമരത്തിന് ഇറങ്ങിയത്? അപ്പോൾ ഞാൻ ഒന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ, നാരായണന്റെ ദേഹത്ത് തറച്ച വെടിയുണ്ട ആകാശത്തോ മറ്റോ പൊട്ടി വീണതാണോ? ആരോട് താൻ? ഞാൻ രമേശ, ഇവനെ പിടിച്ചാകത്തിട്. ഒന്ന് പിടിപോനേത് സാർ. ഞാൻ മണ്ണാർക്കാട്ടുനിന്ന് വളം വാങ്ങാൻ വേണ്ടി വന്നതാണ്. ചാക്ക് ഡിപ്പോയിലുണ്ട്. പണിക്കാരവിടെ കാത്തു നിൽക്കുക. ഇപ്പൊ തന്നെ വളം ഇട്ടില്ലെങ്കിൽ എന്റെ വാഴകളുടെ അവസ്ഥ താമോനെ ഒന്ന് വഴി തരുമോ? പോലീസുകാർ അടി തുടങ്ങിയപ്പോ എല്ലാരും ഓടി. ഞാനവിടെ തന്നെ നിന്നു. ഒരു പോലീസുകാരൻ ലാത്തി ഓങ്ങിക്കൊണ്ട് എന്റെ നേരെ ഇങ്ങ് വന്നു. ഞാൻ അയാളോട് പറഞ്ഞു, അടിക്കണമെങ്കിൽ അടിച്ചോളൂ, പക്ഷേ സുപ്രീം കോടതി വരെ പോയി എന്നെ തൊട്ടതെന്റെ കുപ്പായം ഞാൻ ഊരിക്കും. പോലീസുകാരൻ ഒറ്റ നിപ്പ ഇങ്ങനെ. പിന്നെ രാഘവേട്ടന്റെ ധൈര്യം ഭയങ്കരം തന്നെ. ഞാനിതത്ര കണ്ടതാ മോനെ. പക്ഷെ ആ പോലീസ് സൂപ്പറുണ്ട്, വിവരമുള്ള മനുഷ്യനായിട്ടാ. എല്ലാം കഴിഞ്ഞപ്പോ എന്നെ വന്ന് പരിചയപ്പെട്ടു. ഞാൻ പഴയതോ നെക്ലൈറ്റ് ആണെന്നാ മൂപ്പര വിചാരം. കാര്യങ്ങൾ മനസ്സിലായപ്പോ എന്നെ മുറി വിളിച്ചുകൊണ്ട് ചായ ഒക്കെ കുടിപ്പിച്ചാ വിട്ടത്. നേരോ? പിന്നെ അല്ലാതെ പേടിച്ചോടാത്തവനെ എല്ലാവർക്കും പേടിയാടും. രാഘവേട്ടാ, നിങ്ങളെങ്ങനെ എത്ര പെട്ടെന്ന് എത്തി സാർ? 1 മിനിറ്റ് മുമ്പ് വന്നിരുന്നെങ്കിൽ ഇതാ കണ്ടില്ലേ, എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. ആരാന്നറിയില്ല, എന്തിനീ ദ്രോഹം ചെയ്തു എന്നറിയില്ല. നിങ്ങളുടെ സ്ഥലമാണിത്? അതെ സാർ, എന്റെ കൈ കൊണ്ട് നട്ടുപിടിപ്പിച്ചതായത് അത്രയും. രാവും പകലും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയായി. ഈ സ്ഥലത്തിന്റെ ആധാരം ഉണ്ടെങ്കിൽ എടുക്കൂ. ആധാരം പേപ്പേഴ്സ് കയ്യിലുണ്ടോന്ന് ചോദിച്ചത്. ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഇവിടെ ഇറങ്ങണം. ഈ വസ്തുവിന്റെ യഥാർത്ഥ ഉടമസ്ഥരുടെ കംപ്ലൈന്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഭൂമി കൈയേറ്റം ക്രിമിനൽ കുറ്റ. ഇറങ്ങിയില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഇറങ്ങാം സാർ.
3 മണിക്കൊരു ഫാസ്റ്റ് ഉണ്ട്, 2:30 ഇറങ്ങാം സാർ.